ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീരമുട്ട തോരനാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ, മസ്റ്റ് ട്രൈ ആയിട്ടുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചീര ഞാനിങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 കപ്പോളം ഉണ്ട്. ഞാൻ അതിൻ്റെ വലിയ തണ്ടൊന്നും എടുത്തിട്ടില്ല, ഇലയിലുണ്ടാവുന്ന ആ തണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമ്മളിവിടെ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3/4 കപ്പ് ചെറിയ തേങ്ങയാണ്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതായി വലിയൊരു സവാള സ്ലൈസായി കട്ട് ചെയ്താണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 4 പച്ചമുളക് നടുവേ കീറിയത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഓപ്ഷനാണ്, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. നമ്മൾ ഈ സവാളയും ക്യാരറ്റും പച്ചമുളകും ചീരയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സിങ് ആക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ചീര ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചീര കഴിക്കാത്തവർ കൂടെ, ചീര ഇഷ്ടമില്ലാത്തവർ കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും കഴിക്കും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അങ്ങനെ ചീര നല്ലപോലെ ഒന്ന് മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതി. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഓക്കെ, കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി സ്ലൈസായി കട്ട് ചെയ്താണ്, അന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ചെറിയ ഉള്ളിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഏകദേശം നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് പച്ചമണം മാറുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തോരനായതുകൊണ്ട് അധികം മസാലയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അധികം നേരം ഒന്നും ഇളക്കണ്ട, ഇത്രയും മതി. അടുത്തതായി ചീര നമുക്ക് പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീര ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട. ഇലക്കറികളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, നമ്മളെല്ലാം നല്ലതായിട്ട് മിക്സിങ് ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് നമുക്ക് ഈ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിക്കാം. കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തുറന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെയാണ്. ഇനി ഇതിന് നമുക്ക് എല്ലാ വശത്തേക്കും നമുക്കൊന്ന് വകഞ്ഞ് മാറ്റി വയ്ക്കാം. നമ്മളിതിനകത്ത് മുട്ട ഒഴിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതെല്ലാ ഭാഗത്തേക്കൊന്ന് വകഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, അത്രയും സ്പേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 കോഴിമുട്ട ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ എണ്ണം 1-2 കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചീരയുടെ ആ മണവും ഈ ചീരയുടെ ഇതും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 4 മുട്ട എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ഒരു പാകം വരയ്ക്ക് ജസ്റ്റ് ഇതങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒന്ന് ലൂസൊന്ന് മാറി ചെറുതായിട്ടൊന്ന് ടൈറ്റായി വരില്ലേ, ഇതാണ്ടോ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചീര വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് മുരിങ്ങയും ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ ട്രൈ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമ്മുടെ ഈ മുട്ടയും ചീരയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സിങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മേലക്കൂടെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് ചെറുതായിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീരമുട്ട തോരൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്